ഹായ് ഫ്രണ്ട്സ്, റോളക്സ് വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഹുണ്ടായ് എന്ന വാഹന നിർമ്മാണ കമ്പനി ഇന്ത്യയിലോട്ട് അവതരിപ്പിച്ച ഒരു ലക്ഷറി വാഹനമായ സൊനാറ്റയാണ്. ഇപ്പോൾ ഇത് ഒരു 2001 മോഡൽ വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ വീഡിയോയിലോട്ട് പോകാം. ഈ വണ്ടിയുടെ ലുക്ക് വൈസ് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഇതിൻ്റെ അകത്ത് ക്യാച്ചി ആയിട്ട് നിൽക്കുന്നത് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ആണ്. നമ്മുടെ ഒരു സി ക്ലാസ്സിനെയൊക്കെ ഒരു ലുക്കിന് സിമിലർ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഹെഡ്ലൈറ്റ് ആണ് ഈ മോഡലിൽ വന്നിരിക്കുന്നത്. അതിൽ തന്നെ നമ്മൾ ഈ കമ്പാർട്ട്മെന്റിന്റെ അകത്തോട്ട് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് മെർസിഡീസിന്റെ ലോഗോ അതിലായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു ട്രയാങ്കിൾ ആരോ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നതാണ്. സൈഡിലോട്ട് വരുമ്പോൾ നമുക്കിവിടെ ഒരു പ്രൊജക്റ്റഡ് ലാമ്പാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ സൈഡിൽ തന്നെയാണ് ഇൻഡിക്കേറ്റർ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. ഫ്രണ്ട് ഗ്രില്ലിലോട്ട് നോക്കുമ്പോൾ ഒരു ക്രോം ഫിനിഷോട് കൂടി വരുന്ന ഒരു 3 സ്ലാട്ട് ഗ്രില്ലാണ് ഈ മോഡൽ വന്നിരിക്കുന്നത്. അതിന് ടോപ്പിലായിട്ട് ഇവിടെ ചെറിയൊരു മോണോഗ്രാം വന്നിരിക്കുന്നത് കാണാം. വളരെ വെറൈറ്റി ആയിട്ടുള്ള വേറൊരു ഹുണ്ടായുടെ വണ്ടിയിലും ഇങ്ങനെ ഒരു ലോഗോ കണ്ടിട്ടില്ല. പിന്നെ ബമ്പറിന്റെ ഏരിയയിലോട്ടൊക്കെ നോക്കുമ്പോൾ വളരെ സ്ലീക്ക് ആയിട്ടുള്ള ഒരു ചെറിയൊരു ഫോഗ് ലാമ്പ് ഇവിടെ കൊടുത്തിരിക്കുന്നതാണ്. അതിന് ചുറ്റും ഒരു ക്രോം ഫിനിഷ് ഉള്ള ഒരു റിങ്, അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു ബീഡിങ് ഇൻസേർട്ട് ഇവിടെ നമുക്ക് ഫ്രണ്ട് ബമ്പറിൽ കാണാൻ പറ്റുന്നതാണ്. സൈഡിലോട്ടൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഒരു ഫെൻഡറാണ്. ഫെൻഡറിൽ തന്നെ നമുക്ക് ആ ബോഡി ലൈനും കാര്യങ്ങളൊക്കെ പോയിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഫ്രണ്ട് ടയറിലോട്ട് നോക്കുമ്പോൾ ഒരു 15 ഇഞ്ചിന്റെ അലോയ് വീലാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതിന്റെ സെൻട്രലായിട്ട് തന്നെ ഒരു ജെൽ ടൈപ്പ് ഹുണ്ടായുടെ ഒരു ലോഗോയും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റുന്നത്. ടയർ സൈസിലോട്ട് നോക്കുമ്പോൾ 185/65R15 ഒരു ടയർ സൈസാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ വളരെ മനോഹരമായ ഒരു ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഗ്ലാസ് ഏരിയയിലോട്ടൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം വളരെ വലിയ ഗ്ലാസ് ഏരിയ ആണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിൽ തന്നെ നമ്മുടെ ആ ഒരു ഡോർ ബീഡിങ്ങിന്റെ ടോപ്പിലായിട്ട് ഇവിടെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഇങ്ങനെ ഒരു ക്രോം ഫിനിഷിംഗ് ഉള്ള ഒരു ബീഡിങ് നമുക്ക് അതിന്റെ ത്രൂ ഔട്ട് ഗ്ലാസ് ഏരിയയുടെ ബോർഡറിൽ പോയിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. സെക്കൻഡ് റോയിൽ ക്വാർട്ടർ ഗ്ലാസും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല. ഡോർ ഹാൻഡിലോട്ട് നോക്കുമ്പോൾ ബോഡി കളേർഡ് ആയിട്ടുള്ള ഒരു ഡോർ ഹാൻഡിലുകളാണ് ഈ മോഡൽ വന്നിരിക്കുന്നത്. താഴെയായിട്ട് ഇവിടെ തന്നെ നമുക്ക് ക്രോം ഇൻസേർട്ട് വരുന്ന ഒരു സ്കിഡ് പ്ലേറ്റ് കൂടി നമ്മുടെ ഡോറിലോട്ട് പോയിരിക്കുന്നത് കാണാം. ഫ്രണ്ടിൽ കണ്ട അതൊരു ടയർ സൈസ് തന്നെയാണ് ബാക്കിൽ വന്നിരിക്കുന്നത്. ഈ വാഹനത്തിന് ഫ്രണ്ടിൽ വെന്റിലേറ്റർ ടൈപ്പ് ഡിസ്ക് ബ്രേക്കും ബാക്കിൽ നോർമൽ ടൈപ്പ് ഡിസ്ക് ബ്രേക്കുമാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ വാഹനത്തിന്റെ ഫ്യൂൽ ടാങ്കിന്റെ കപ്പാസിറ്റി നോക്കുമ്പോൾ ഒരു 65 ലിറ്റർ ആണ് ഈ വാഹനത്തിന്റെ ഫ്യൂൽ ടാങ്കിന്റെ കപ്പാസിറ്റി വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഫ്യൂൽ ക്യാപ്പ് നോക്കുമ്പോൾ സാധാ മെറ്റൽ കണക്കല്ല, ഒരു ഫൈബർ മെറ്റീരിയലാണ് ഇതിന്റെ ക്യാപ്പ് വന്നിരിക്കുന്നത്. അതിൻ്റെ അകത്ത് എനിക്കൊന്നൊരു യൂറോ സ്പെക്ക് വണ്ടി ആയതുകൊണ്ടാണ് എന്തോ ഇംഗ്ലീഷ് അല്ലാതെ തന്നെ കുറച്ച് ലാംഗ്വേജസിലും കുറച്ച് കോഷനുള്ള സ്റ്റിക്കറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഈവൻ ക്യാപ്പിൽ തന്നെ നമുക്ക് എനിക്ക് തോന്നുന്നു സ്പാനിഷ് ലാംഗ്വേജ് ആണെന്ന് തോന്നുന്നു, അതിനൊരു ഫോണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ പഴയ വണ്ടികളിലെല്ലാം കാണുന്നത് പോലെ തന്നെ വളരെ മനോഹരമായ ഒരു പവർ ആൻറ്റിന കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ബാക്കിൽ നിന്നുള്ള ഒരു ലുക്ക് നോക്കുമ്പോൾ വളരെ സ്ലീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈനിൽ തന്നെയാണ് ഈ വാഹനം വന്നിരിക്കുന്നത്. അതിൽ ഇവിടെ തന്നെ നമുക്കൊരു ക്രോം ഫിനിഷിങ്ങിനുള്ള ഒരു ഹുണ്ടായുടെ ലോഗോ ആണ്. പിന്നെ ഈ വണ്ടി ത്രൂ ഔട്ട് ഒരുപാട് ക്രോം ഇൻസേർട്ടുകൾ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഈ നമ്പർ ബോർഡിന്റെ ബോർഡേഴ്സിലായാലും ഈവൻ നമ്മുടെ ആ ഗ്ലാസ് ബീഡിങ് ബാക്ക് ഗ്ലാസ് ബീഡിങ്ങിലായാൽ കൂടി നമുക്കൊരു ക്രോം ഇൻസേർട്ട് അതിന്റെ ബീഡിങ്ങിലെല്ലാം കാണാൻ പറ്റുന്നതാണ്. ഫ്രണ്ടിൽ കണ്ടതുപോലെ തന്നെ ബാക്ക് ബമ്പറിൽ ഇവിടെ ഒരു ബീഡിങ് ഇൻസേർട്ട് പോയിരിക്കുന്നത് നമുക്ക് കാണാം. ബാക്ക് ടെയിൽ ലാമ്പിലോട്ട് നോക്കുമ്പോൾ ഫ്രണ്ടിൽ കണ്ടതുപോലെ തന്നെ ഒരു ഡബിൾ ബാരൽ ഇൻസേർട്ട് ഫീൽ ചെയ്യുന്ന ടൈപ്പ് ഒരു ടെയിൽ ലാമ്പാണ് ബാക്കിൽ വന്നിരിക്കുന്നത്. അതിൽ തന്നെ എല്ലാ എലമെന്റിലും ഒരു റിഫ്ലക്ടർ കൂടെ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഈ വാഹനത്തിന്റെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബൂട്ടിന്റെ ഓപ്പണിംഗ് എല്ലാം ഹൈഡ്രോളിക് സ്റ്റഡിലാണ് ഈ വണ്ടിയിൽ വന്നിരിക്കുന്നത്. അത്യാവശ്യം വളരെ ഡീപ്പ് ആയിട്ടുള്ള ഒരു ബൂട്ട് തന്നെയാണ് ഈ മോഡലിൽ കൊടുത്തിരിക്കുന്നതെന്ന് പറയാം. ഇവിടെ ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് ആ കമ്പനി വന്ന ഫസ്റ്റ് എയ്ഡ് കിറ്റും കാര്യങ്ങളും ഒക്കെ ഇവിടെ കിടക്കുന്നത് കാണാൻ പറ്റുന്നതാണ്. പിന്നെ എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വാഹനത്തിന് ഒരു 12 വാട്ടിന്റെ പവർ ഔട്ട്പുട്ടിനുള്ള ഒരു സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ സ്റ്റിൽ നമ്മുടെ ഹ്യുണ്ടായുടെ തന്നെ പല വണ്ടികളിലും ഉണ്ടോ എന്ന് നമുക്ക് സംശയമാണ്. പിന്നെ സ്പെയർ വീലോട്ട് നോക്കുമ്പോൾ അലോയ് വീലാണ് സ്പെയർ വീല് വന്നിരിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് ഇവിടെ ടൂൾസ് ഒക്കെ ഓർഗനൈസ് ചെയ്യാൻ പറ്റിയ ഒരു കമ്പാർട്ട്മെന്റ് കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മുടെ ബൂട്ടിന്റെ ലിഡിലും ഒരു ഫൈബർ ഫ്ലാപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ബൂട്ട് ക്ലോസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇനി ഈ വാഹനത്തിന്റെ എഞ്ചിൻ റൂം ഒക്കെ ഒന്ന് നോക്കാം. ബോണറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിലൊന്നും സപ്പോർട്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് കളയല്ലേ. ബോണറ്റിന്റെ ഫുള്ള് ആ എൻവലപ്പിൽ കൂടെ ഓപ്പൺ ആയി പോകുന്ന ഒരു ഗ്രില്ല് ആണ് വന്നിരിക്കുന്നത്.
ഹൈഡ്രോളിക് സ്റ്റഡിലാണ് ഇതിൻ്റെ എല്ലാം പൊസിഷൻ വന്നിരിക്കുന്നത്. വളരെ മനോഹരമായ ഒരു ഇൻസുലേഷനും കാര്യങ്ങളൊക്കെ ബോണറ്റിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു ബോണറ്റാണ്. ഈ വാഹനത്തിൻ്റെ എഞ്ചിനെ പറ്റി പറയുമ്പോൾ ഒരു 2300 cc 16 വാൽവ് എന്ന് പറയുമ്പോൾ ഒരു സിലിണ്ടർ ഹെഡിൽ 4 വാൽവ് വരുന്ന ഒരു എഞ്ചിനാണ്. അതുപോലെ തന്നെ DOHC ഡബിൾ ഓവർ ഹെഡ് ക്യാമ് കൂടിയാണ്. അതിൽ നമുക്ക് ആ എഞ്ചിൻ്റെ ടോപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ ഫൈബർ കവറിൽ DOHC 16 വാൽവ് എന്ന് പറയുന്ന ഒരു പഞ്ചിങ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. സെൻട്രലായിട്ട് തന്നെ നമ്മുടെ ഹുണ്ടായുടെ ലോഗോ. ത്രോട്ടിൽ ബോഡിയുടെ ഏരിയയിലോട്ടൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം വളരെ ഡയമീറ്റർ വരുന്ന ഒരു ത്രോട്ടിൽ ബോഡിയും കാര്യങ്ങളൊക്കെയാണ് ഈ മോഡലിൽ വന്നിരിക്കുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് ബാറ്ററി വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു റേഡിയേറ്ററും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് കാണാം. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ AC കണ്ടൻസറിൻ്റെ എല്ലാം പൊസിഷൻ വന്നിട്ടുണ്ട്. ഇനി സൊനാറ്റയുടെ ഇന്റീരിയർ ഒക്കെ ഒന്ന് നോക്കാം. ഡോർ പാഡിലോട്ട് നോക്കുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡോർ പാഡ് തന്നെയാണ് വന്നിരിക്കുന്നത് കാണാം. അതിൽ തന്നെ നമുക്ക് ഇവിടെ ഒരു ഊട്ടറും ഇൻസേർട്ടും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതാണ്. പവർ വിൻഡോ കൺട്രോളും ഡോർ അൺലോക്കും വിൻഡോ ലോക്കിനുള്ള സ്വിച്ചും കാര്യങ്ങളും, പിന്നെ ഇവിടെ നമ്മുടെ സൈഡ് മിറർ കൺട്രോളിങ്ങിനുള്ള ഒരു സ്വിച്ചും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ നമ്മുടെ ഫ്യൂൽ ക്യാപ്പിൻ്റെ ലിഡും അതുപോലെ തന്നെ ബൂട്ടും നമുക്ക് ഇങ്ങനെ ഒരു സിംഗിൾ സ്വിച്ച് ഓപ്പറേഷനിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ ആയിട്ട് നോക്കുമ്പോൾ വളരെ വലിയൊരു ഡോർ പോക്കറ്റ് വന്നിരിക്കുകയാണ്. ഇവിടെ ആയിട്ട് ഒരു സ്പീക്കർ ഗ്രില്ലൂടെ വന്നിരിക്കുന്നത് കാണാൻ പറ്റുന്നതാണ്. പിന്നെ ഇവിടെ ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് ഒരു ഡോർ ഓപ്പൺ ആയതിൻ്റെ ഉള്ളൊരു സേഫ്റ്റിക്ക് വേണ്ടി ഒരു റിഫ്ലക്ടർ കൂടി കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. സീറ്റിലോട്ട് വരുമ്പോൾ നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വരുന്ന ഒരു ടൈപ്പ് സീറ്റാണ് ഈ മോഡലിൽ കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് വീലിന്റെ ഏരിയയിലോട്ട് നോക്കുമ്പോൾ ഒരു 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് ഈ മോഡലിൽ വന്നിരിക്കുന്നത്. ഇൻസ്ട്രുമെന്റ് ക്ലാസിന്റെ ഏരിയയിലോട്ട് നോക്കും ഫുള്ളി അനലോഗും. സെൻട്രലിൽ നമ്മുടെ ആ കിലോമീറ്റർ ഓഡോമീറ്റർ റീഡിങ്ങിന് മാത്രം ചെറിയൊരു ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. അതിൽ തന്നെ വലിയ ഡയലുകളായിട്ടാണ് നമ്മുടെ ആ റീഡിങ് കാര്യങ്ങളും എല്ലാം കൊടുത്തിരിക്കുന്നത്. പിന്നെ ആ ഒരു സ്പീഡോമീറ്ററിന്റെ ബോർഡറിൽ തന്നെ നമ്മൾ ഇന്റീരിയറിൽ കാണുന്ന ആ വോട്ടറും ഇൻസേർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഡാഷ്ബോർഡിന്റെ ഏരിയയിലോട്ട് നോക്കുമ്പോൾ വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു ഡാഷ്ബോർഡ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. കോമ്പിനേഷൻ സ്വിച്ചിലോട്ട് നോക്കുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ വിൻഷീൽഡ് വാഷറിന്റെ വൈപ്പറിന്റെ എല്ലാം കൺട്രോളിങ്ങും, റൈറ്റ് സൈഡിൽ നമുക്ക് ഹൈ ബീമിന്റെ ലോ ബീമിന്റെ അതുപോലെ തന്നെ ടേൺ ഇൻഡിക്കേഷൻ ഉള്ള ഒരു കൺട്രോളും കാര്യങ്ങളും ഒക്കെയാണ് വന്നിരിക്കുന്നത്. ഈ വാഹനത്തിന്റെ കീ ഇൻസേർട്ട് ചെയ്യാനുള്ള ഒരു സ്ലോട്ട് ഇവിടെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു ഫ്ലിപ്പ് കീ ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് ചെയ്തതാണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് VAPS എന്ന് പറയുന്ന ഒരു സ്വിച്ച് കാണാൻ പറ്റുന്നുണ്ട്. ഇത് വെഹിക്കിൾ എയർ പ്യൂരിഫയർ സിസ്റ്റം, നമ്മുടെ ഇപ്പോഴത്തെ ക്രെട്ടയിലും ഒക്കെ വരുന്ന ഒരു ഫീച്ചറാണ്. 2001 തന്നെ ഹുണ്ടായി എയർ പ്യൂരിഫയർ നമ്മുടെ സൊനാറ്റയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതിൽ നിങ്ങൾക്ക് ഓഫ്, ഓട്ടോ, ലോ, ഹൈ അങ്ങനെ 3 മോഡിൽ നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വാഹനത്തിന് ട്രാക്ഷൻ കൺട്രോൾ വന്നിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറയും. ഇവിടെ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ഓൺ ഓഫ് സ്വിച്ച്, ഇവിടെ നമ്മുടെ ആ ഒരു സ്പീഡോമീറ്ററിന്റെ ബാക്ക് ലൈറ്റ് ഓൺ ഓഫ് ചെയ്യാൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്വിച്ചും കൂടി കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഈ വാഹനത്തിന്റെ സ്റ്റിയറിങ്ങിന് ടിൽറ്റ് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു ലിവർ പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് സ്റ്റിയറിംഗ് ടിൽറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. സെൻട്രൽ കൺസോളിന്റെ ഏരിയയിലോട്ട് നോക്കുമ്പോൾ നമ്മൾ ആ ഡോർ പാഡിലെല്ലാം കണ്ട ഒരു വുഡ് ഫിനിഷിംഗ് ഇൻസേർട്ടിലാണ് സെൻട്രൽ കൺസോളിന്റെ ഡിസൈനിങ് വന്നിട്ട്. ഇവിടെ നമുക്ക് 2 AC വരുന്നുണ്ട്. സെൻട്രലായിട്ട് നമുക്ക് ഇവിടെ ഹസാർഡ് ലൈറ്റിനുള്ള ഒരു സ്വിച്ചും, പിന്നെ ഇവിടെ ഒരു 2 DIN ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റോക്ക് കണ്ടീഷനിൽ ഒരു സിംഗിൾ DIN മ്യൂസിക് പ്ലെയർ ആണ് വന്നിരിക്കുന്നത്. അതിന് തൊട്ട് താഴെയായിട്ട് നമുക്കിവിടെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിനുള്ള സ്വിച്ചും കാര്യങ്ങളും എല്ലാം ഒക്കെ കാണാൻ പറ്റുന്നതാണ്. ക്ലൈമറ്റ് കൺട്രോളിന്റെ സ്വിച്ചിന് താഴെയായിട്ട് നമുക്കിവിടെ ഒരു ആർസ്ട്രേക്കുള്ള ഒരു സ്പേസ് വന്നിരിക്കുന്നത് കാണാൻ പറ്റുന്നതാണ്. അതിന് തൊട്ട് സൈഡിലായിട്ട് ഇവിടെ ഒരു സിഗരറ്റ് ലൈറ്റർ കൂടി കൊടുത്തിരിക്കുകയാണ്. ഇതിന് തൊട്ട് താഴെയായിട്ട് ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോറേജ് ട്രേ എടുത്തിട്ടുണ്ട്. നമുക്ക് ഫോണൊക്കെ വെക്കാൻ പറ്റിയ അതിനൊരു ചെറിയൊരു റബ്ബർ മാറ്റും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് ഒരു 12 വാട്ടിന്റെ പവർ ഔട്ട്പുട്ടിനുള്ള ഒരു സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് കോയിനൊക്കെ വെക്കാൻ പറ്റിയ ഒരു സ്പേസും. ഗിയർ ലിവറിലോട്ട് നോക്കും വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു ഗിയർ ലിവറാണ് ഈ മോഡലിൽ വന്നിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് എല്ലാ ഗിയറും ഒക്കെ അങ്ങോട്ട് വീഴുന്നുണ്ട്. ആ ഒരു ഏരിയയിൽ നമുക്ക് ആ ഡാഷ്ബോർഡിൽ കണ്ട ഒരു ഫിനിഷിങ് കാണാൻ പറ്റുന്നുണ്ട്. ഹാൻഡ് ബ്രേക്കിന്റെ ഏരിയയിലോട്ട് നോക്കുമ്പോൾ റൈറ്റ് സൈഡിലോട്ട് ഒതുങ്ങിയ രീതിയിലാണ് ഹാൻഡ് ബ്രേക്കിന്റെ ആ ഒരു പൊസിഷൻ വന്നിരിക്കുന്നത്. ടിപ്പിന് ഒരു ക്രോം ഫിനിഷും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടിരിക്കുന്നത് പറയാം. ഇവിടെ നോക്കുമ്പോൾ സോഫ്റ്റ് ടച്ചിൽ ഓപ്പൺ ആവുന്ന 2 കപ്പ് ഹോൾഡേഴ്സിനുള്ള ഒരു സ്പേസ് കാണാൻ പറ്റുന്നതാണ്. റൈറ്റ് സൈഡിലെ ഡോർ പാഡിലോട്ട് നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ സിമിലർ ആയിട്ടുള്ള ഒരു ഡോർ പാഡ് തന്നെയാണ് ഈ സൈഡിൽ വന്നിരിക്കുന്നത്. അതിൽ തന്നെ ഇവിടെ ആയിട്ട് ചെറിയൊരു
ട്യൂട്ടാനുള്ള സ്പീക്കറും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ആയിട്ട് നോക്കുമ്പോൾ നമുക്കിവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് വന്നിരിക്കുന്നതാണ്. അതിപ്പോൾ ടോപ്പിലായിട്ട് നമുക്കിങ്ങനെ ഒരു കമ്പാർട്ട്മെൻ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യാം. നമുക്ക് ഫുൾ സെറ്റായിട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത് അത്യാവശ്യം ഡീപ്പാണെന്ന് വേണമെങ്കിൽ പറയാം. സെക്കൻഡ് റോയിലെ ഡോർ പാഡിലോട്ട് നോക്കുമ്പോൾ ഫ്രണ്ടിൽ കണ്ട സിമിലർ ആയിട്ടുള്ള ഒരു ഡോർ പാഡാണ് സെക്കൻഡ് റോയിൽ വന്നിരിക്കുന്നതാണ്. അതിൽ നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യാനുള്ള ഹാൻഡിലും ലോക്കിന് എല്ലാത്തിനൊക്കെ ഒരു ക്രോം ഫിനിഷിങ് കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. സീറ്റിംഗ് പൊസിഷനെ പറ്റി പറയുമ്പോൾ അത്യാവശ്യം നല്ല ഹെഡ് റൂം ഉണ്ടെന്ന് തന്നെ പറയാം. പിന്നെ ലെഗ് റൂമിനെ പറ്റി പറയുമ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം ഒരുപാട് ബാക്കിലോട്ട് ഇട്ടില്ലെങ്കിലും അത്യാവശ്യം ലെഗ് റൂം ഉണ്ടെന്ന് പറയാം. പിന്നെ തൈ സപ്പോർട്ട് ഇച്ചിരി കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ സെൻട്രലായിട്ട് തന്നെ നമുക്കൊരു ഹാൻഡ് റെസ്റ്റ് വന്നിട്ടുണ്ട്. ഹാൻഡ് റെസ്റ്റ് അത്യാവശ്യം നല്ല ഹൈറ്റിലാണ്, ചുമ്മാ സീറ്റിൽ വന്ന് ഇങ്ങനെ തട്ടുന്ന ഒരു പൊസിഷനല്ല. നിങ്ങൾക്ക് ഇവിടെ എൻ്റെ ഫോണൊക്കെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തും ഇങ്ങനെ ഒരു ചെറിയൊരു കമ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു വെൽവെറ്റ് ഫിനിഷിങ്ങിലൊരു സ്റ്റോറേജ്, ഇവിടെ തന്നെ 2 കപ്പ് ഹോൾഡേഴ്സിനുള്ളൊരു ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ക്ലോസ് ചെയ്യാം. പിന്നെ ഈ വാഹനത്തിന് ഈ വന്നിരിക്കുന്ന മാറ്റല്ല കമ്പനിയിൽ നിന്ന് വന്നതാണ്. ഇതിൽ തന്നെ ഒരു വെറൈറ്റി കാര്യം കണ്ട് ഇതിൻ്റെ അകത്തെ ടാഗിൽ നോക്കുമ്പോൾ മെയ്ഡ് ഇൻ കൊറിയ എന്ന് പറഞ്ഞ് ഒരു പഞ്ചിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈറ്റിലും എല്ലാത്തിലും ഒക്കെ കൊറിയ എന്ന് പറഞ്ഞൊരു പഞ്ചിങ് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറ്റുമെങ്കിൽ ഈ ക്ലിപ്പിൽ അത് ആഡ് ചെയ്യാം. പിന്നെ ബാക്കിലായിട്ട് നമുക്ക് AC യൂണിറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ ഇവിടെ ഒരു ആസ്ട്രേക്കുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ സ്റ്റോപ്പ് ലാമ്പിലോട്ട് നോക്കുമ്പോൾ ഇതിൻ്റെ സ്വിച്ചിന് സാധാരണ നമ്മുടെ ഒരു സിംഗിൾ സ്വിച്ചിലാണ് നമ്മളിങ്ങനെ ഡോറ് ഓൺ ഓഫിനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുള്ളതെങ്കിൽ ഇതിനതിൽ സെപ്പറേറ്റ് ആയിട്ടാണ് അതിനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് നോക്കുമ്പോൾ ഒരു സൺഗ്ലാസിനുള്ള ഒരു ഹോൾഡറും ഇവിടെ ആയിട്ട് 2 റീഡിംഗ് ലാമ്പ് കൂടി കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റുന്നതാണ്. പിന്നെ സൺ ഷീൽഡിലോട്ട് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ടിക്കറ്റ് ഹോൾഡറിനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ വാനിറ്റി മിററോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുമ്പോൾ നമുക്കൊരു വാനിറ്റി മിറർ വന്നിരിക്കുന്നത് കാണാൻ പറ്റുന്നതാണ്. റെയർ സീറ്റിന് ഈ വാഹനത്തിന് 2 ഹെഡ് റെസ്റ്റ് വന്നിരിക്കുന്നത് കാണാൻ പറ്റുന്നത്. അതിൻ്റെ സെൻട്രലായിട്ട് കുറച്ചുകൂടെ പിറകിലോട്ട് നമുക്ക് ആ എയർ പ്യൂരിഫയറിൻ്റെ പോർഷൻ വന്നിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ നമുക്കൊരു സബ് വൂഫറോ കാര്യങ്ങളോ ആണെന്നൊക്കെ തോന്നുമെങ്കിൽ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ എയർ പ്യൂരിഫയർ. ഇത് കമ്പനി ഫിറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു മോഡലാണ്. ഇവിടെ തന്നെ നമുക്ക് 3 ലൈറ്റുകളാണ്. ഒന്ന് പറഞ്ഞാൽ ഫിൽറ്ററിൻ്റെ ചേഞ്ച് ചെയ്യാനുള്ള ഒരു വാർണിംഗ് ലൈറ്റ്, ഇതിപ്പോൾ ഓട്ടോ ഓപ്ഷനിൽ. പിന്നെ ഇത് ഓൺ ആണെങ്കിലുള്ളൊരു ലൈറ്റാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അത് ഇവിടെ മൗണ്ട് ചെയ്തിരിക്കുന്നു എന്ന് പറയാം. അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് 2 സ്പീക്കർ ഗ്രില്ല് കൂടി കാണാൻ പറ്റുന്നതാണ്. പിന്നെ ബാക്ക് ഗ്ലാസ്സിൽ നമുക്ക് ആ ഡീഫോഗനുള്ള സ്ട്രിപ്പും കാര്യങ്ങളൊക്കെ പോയിരിക്കുന്നത് കാണാം. അപ്പോൾ 2001 സൊനാറ്റ ഇന്ത്യയിലോട്ട് അവതരിപ്പിച്ചപ്പോൾ ഹുണ്ടായി ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഇതിൽ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ തന്നെ എയർ പ്യൂരിഫയർ, ട്രാക്ഷൻ കൺട്രോൾ, അതുപോലെ തന്നെ ക്രൂയിസ് കൺട്രോൾ, പിന്നെ ഇതിൻ്റെ ഹയർ വേരിയൻസിൽ എയർ ബാഗ്, അതുപോലെ തന്നെ ഈ വണ്ടിയുടെ എഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു DOHC 16 വാൽവ് എഞ്ചിനാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ പവർ ഫിഗേഴ്സിനെ പറ്റി പറയുമ്പോൾ ഒരു 138 ഹോഴ്സ് പവർ 6000 RPM-ലും 136 Nm ടോർക്ക് 4000 RPM-ലും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പെട്രോൾ എഞ്ചിനാണ് ഈ മോഡലിൽ വന്നിരിക്കുന്നത്. അതുപോലെ അപ്പോൾ അത്രത്തോളം ഓട്ടിക്കാൻ ഈ വണ്ടി കംഫോർട്ടായിരിക്കും. പിന്നെ ഇത്രയും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളതുകൊണ്ട് സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിലും ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ഈ വണ്ടി എക്സലൻ്റ് ആയിരിക്കും. പിന്നെ ഈ വണ്ടി സെയിലിനെ ബാധിച്ചത് നമ്മുടെ ടൊയോട്ട കൊറോളയൊക്കെ ഇറക്കിയതിന് ശേഷമാണ് ഈ വണ്ടി സെയിലിലൊന്ന് ഡിപ്പായതും പിന്നെ ഹുണ്ടായി ഈ വണ്ടി ഡിസ്കണ്ടിന്യൂ ചെയ്തതും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. പിന്നെ ഞാൻ ഈ വണ്ടിയിൽ ആ വീഡിയോ അവതരിപ്പിച്ചതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വണ്ടി സെയിലിനുള്ള ഒരു വണ്ടിയാണ്. നമുക്ക് ഈ വണ്ടി അറേഞ്ച് ചെയ്ത് തന്നത് കഴക്കൂട്ടത്തുള്ള ട്രസ്റ്റ് ആൻഡ് ഡ്രൈവ് എന്ന് പറയുന്ന ഒരു പ്രീ ഓണേഡ് കാറിൻ്റെ ഷോപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടിയുടെ എന്ത് തരം എൻക്വയറിക്ക് അവരെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ അവരുടെ നമ്പർ ഞാൻ ഓൺ സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.